നിതീഷിന്റെ ഭരണത്തിൽ വലിയ തോതിൽ അതൃപ്തി ജനങ്ങൾക്കുണ്ട് എന്നത് തീർച്ചയായും. BJPക്ക് തന്നെ അറിയാം, നിതീഷ് കുമാറിനെ മുമ്പിൽ നിർത്തിയാൽ ഗുണാവോ ദോഷാവോ എന്ന് BJP സംശയിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി വിജയിക്കുകയാണെങ്കിൽ കൃത്യമായി പറയാൻ കഴിയും അത് മോഡി റിപ്പോർട്ട് പോരുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡിക്കുണ്ടായ തിരിച്ചടി വീണ്ടും വീണ്ടും താഴേക്ക് പോയി. നിതീഷിനെ ഒഴിവാക്കുന്നതോടുകൂടി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ വോട്ടും തേജസ്വി യാദവിലേക്ക് വരും. ബീഹാറിൽ ഒരുപക്ഷെ RSS അത്ര പൂർണ്ണമായി BJPയുടെ പിന്നിൽ ഇല്ല എന്നൊരു വാദവും കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ഫാക്ടറും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്ന് തന്നെയാണ് പൊതുവായി വിലയിരുത്താൻ കഴിയുക. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുന്നതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മോഡി സർക്കാർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തുന്നു എന്ന, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ തട്ടിപ്പ് നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതൊരു പ്രധാനമാണ്. അതിനേക്കാൾ പ്രധാനമാണ് SIR ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം ആണ്, അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനമാണ് ബീഹാർ എന്ന്. ഇപ്പോൾ കേരളത്തിലും SIR വരികയാണ്, തമിഴ്നാട്ടിൽ വരികയാണ്, ആസാമിൽ ഒഴിച്ച് ബാക്കി തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനത്തും വരികയാണ്. അപ്പോൾ അതുകൊണ്ട് SIR നടപ്പാക്കിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ്, അതിൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ, സുപ്രീം കോടതി അടക്കം ഇടപെട്ട കേസുകളാണ്. വോട്ട് വെട്ടിപ്പോയതിലൊക്കെ സുപ്രീം കോടതി ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല. അതാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന വിഷയമായി ഒരു പ്രധാന വിഷയമായി വന്നത്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ എല്ലാ പോളുകളും പറയുന്ന ഒരു പ്രധാന കാര്യം, BJP ജയിക്കുമെന്ന് പറയുന്ന പോളുകളിൽ പോലും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ആണെന്ന് പറയുന്നു, നിതീഷ് കുമാർ അല്ല. നിതീഷ് കുമാർ ആരോഗ്യപരമായി കുറേ പ്രശ്നങ്ങളിലാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിതീഷ് കുമാറിന്റെ പഴയ ഗ്ലാമർ ഒന്നും ഇപ്പോൾ ഇല്ല. BJPക്ക് തന്നെ അറിയാം, നിതീഷ് കുമാറിനെ മുമ്പിൽ നിർത്തിയാൽ ഗുണാവോ ദോഷാവോ എന്ന് BJP സംശയിച്ചുകൊണ്ടിരിക്കുക. ഒരു സംശയവും വേണ്ട, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടിയാൽ നിതീഷ് കുമാർ ആയിരിക്കില്ല അവരുടെ മുഖ്യമന്ത്രി എന്നത് എഴുതി തരാം. അപ്പോൾ വീണ്ടും അവിടുത്തെ രാഷ്ട്രീയം ഇതാവും. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിൻ്റെയും തേജസ്വി യാദവിൻ്റെയും വോട്ട് ബാങ്ക് ഏതാണ്ട് ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായും അവിടെ ഇന്ത്യ മുന്നണിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പം കാണുന്നത്. രണ്ട് ഘടകങ്ങൾ ഇന്ത്യ മുന്നണിക്ക് എതിരായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒന്ന്, നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ്റെ സ്ഥാനാർത്ഥി JSV എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം. അദ്ദേഹം ഒരു വലിയ മുന്നണിയെ അവിടെ മത്സരിക്കുന്നു. തീർച്ചയായും മതേതര വോട്ടുകൾ അയാൾക്ക് ഭിന്നിച്ചു പോകുമോ എന്നൊരു ഭയം ഉണ്ട്. രണ്ടാമത്, OICയുടെ AIMM എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി വളരെ അപകടകരമാണ് ഇന്ത്യ മുന്നണിക്ക് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ വലിയ ഭീഷണി നേരിടുകയാണ് മോഡി ഭരണത്തിൽ. നല്ല തോതിൽ മതന്യൂനപക്ഷങ്ങളുള്ള ജില്ലകളാണ് പലതും. അവിടെയൊക്കെ OICയും, അതുപോലെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ദളിത് നേതാവ് ചന്ദ്രശേഖർ അയാളുടെ കൂടെ കൂടിയത്. എന്തായാലും അത് വേറെ വല്ല കണക്ക് തീർക്കലോ. അങ്ങനെ വരുമ്പോൾ ആ വോട്ടുകൾ തീർച്ചയായും നഷ്ടപ്പെടുന്നത് ഇന്ത്യ മുന്നണിക്കായിരിക്കും എന്ന കാര്യം തർക്കമില്ല. ഞാൻ 3-4 സർവേകൾ അവിടെ കണ്ടു. അവിടെ സർവേകൾ കണ്ടപ്പോൾ മുസ്ലിം ഭൂരിപക്ഷവും അതുപോലെ യാദവ ഭൂരിപക്ഷവുമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ അപ്പർ ഹാൻഡ് മിക്കവാറും സർവേകളിൽ ഇവർക്കുണ്ട്. ഇപ്പോൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളത് കണ്ടു. പകൽപൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ കിഴക്കും പടിഞ്ഞാറുമുള്ള ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ കൃത്യമായും ഇവർക്ക് മേൽക്കൈയുണ്ട്. ആ സ്ഥലങ്ങളിൽ പല സ്ഥലത്തും ഇവർക്കും കുറേ വോട്ട് പെർസെൻറ്റേജ് ഉണ്ട്. ഈ മജ്ലിസ് എന്ന് പറയുന്ന OICയുടെ കക്ഷിക്കും വോട്ട് പെർസെൻറ്റേജ് ഉണ്ട്. അത് അപകടകരമാണ്. അതുപോലെ ദളിത് വോട്ടിൽ ഒരു ഭാഗം ഒരുപക്ഷെ ചന്ദ്രശേഖർ ആസാദിൻ്റെ ആളുകൾ പിടിച്ചുകൊണ്ടുപോയാൽ അത് പൂർണ്ണമായും ഇന്ത്യ മുന്നണിക്ക് എതിരാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ചിരാഗ് പാസ്വാൻ ഒക്കെ മറുവശത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിലുള്ള റിഫ്റ്റും ഭിന്നിപ്പും ആർക്കും ഗുണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കുള്ള എഡ്ജ് ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ രണ്ട് ഘടകങ്ങൾ അത് എത്രത്തോളം വരും. മൂന്നാമത്, വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള പ്രശ്നങ്ങൾ മുമ്പേ ഉയർത്തിക്കാട്ടിയതാണ്. അത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാലും ഒരു പരിധി വരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. കുറേ വോട്ടുകൾ തിരിച്ച് ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു മോശം കാര്യമല്ല. ഇതൊക്കെ കഴിഞ്ഞാലും NDA തോൽക്കുകയാണെങ്കിൽ, അവിടെ ഇന്ത്യ മുന്നണി വിജയിക്കുകയാണെങ്കിൽ കൃത്യമായി പറയാൻ കഴിയും അത് മോഡി റിപ്പോർട്ട് പോരുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡിക്കുണ്ടായ തിരിച്ചടി വീണ്ടും വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അവിടെ നിതീഷിനെ ഇവർക്ക് ഒഴിവാക്കേണ്ടി വരും. നിതീഷിനെ ഒഴിവാക്കുന്നതോടുകൂടി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ വോട്ടും തേജസ്വി യാദവിലേക്ക് വരും എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. കാരണം അത് ഒരിക്കലും നിതീഷിനെ ഇനി BJP ഒഴിവാക്കിയാൽ അതിനർത്ഥം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ വോട്ട്, പ്രത്യേകിച്ച് യാദവ വിഭാഗത്തിൻ്റെ, കുർമിയൊക്കെ വിഭാഗത്തിൻ്റെ വോട്ട് തേജസ്വി യാദവിലേക്ക് വരും.
ഇപ്പൊ തന്നെ നിതീഷിനെ ഒഴിവാക്കും എന്നൊരു ഭീതി അവിടെ ഉള്ളത് കൊണ്ട് ആ വിഭാഗം ഇപ്പോൾ പൂർണ്ണമായും ഇവരുടെ കൂടെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബീഹാറിൽ പോളിംഗ് നടക്കാൻ പോവുകയാണ് ആദ്യത്തെ ഘട്ടത്തിൽ. തേജസ്വി യാദവ് അടക്കമുള്ള പ്രധാന നേതാക്കന്മാർ ബലപരീക്ഷണം നേരിടുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഏതാണ്ട് പകുതിയോളം 121 മണ്ഡലങ്ങൾ അവിടെയുണ്ട്. 243 ആകെ ഉള്ളത്. ഈ ഘട്ടത്തിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകാൻ പോവുക? തീർച്ചയായും BJP അതിൻ്റെ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കും. ആ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് തീർച്ചയായും അതിനെയും നേരിടാൻ കഴിയുന്ന തരത്തിൽ തേജസ്വി യാദവിനും രാഹുൽ ഗാന്ധിക്കും അവിടെ തരംഗമുണ്ടാക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ വിഷയം സംഘടനാപരമാണ്. സംഘടനാപരമായി BJP വളരെ ശക്തമാണ് എല്ലാ സ്ഥലത്തും. കാരണം RSSന്റെ സംഘടനാ ബലമുണ്ട്. പക്ഷേ ബീഹാറിൽ ഒരുപക്ഷെ RSS അത്ര പൂർണ്ണമായി BJPയുടെ പിന്നിൽ ഇല്ല എന്നൊരു വാദവും കേൾക്കുന്നുണ്ട്. നമുക്കറിയില്ല, അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. അങ്ങനെയെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഘടകമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും ബീഹാർ ഒരു നിർണായക ഘടകമാണ്. നമുക്കറിയാം, ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റ് ആരംഭിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. അടിയന്തരാവസ്ഥയിലേക്ക് എത്തുന്നതും അടിയന്തരാവസ്ഥ പരാജയപ്പെടുത്തുന്ന ജനതാ പാർട്ടി രൂപം കൊള്ളുന്നതും ബീഹാർ മൂവ്മെന്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കും. ഇനിയിപ്പോൾ ഉടനെ തന്നെ UP തെരഞ്ഞെടുപ്പ് വരും. UP തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായും അത് ഇന്ത്യ മുന്നണിക്ക് വളരെ പ്രധാനമാണ്. മാത്രമല്ല അവിടെ ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. കോൺഗ്രസും അതുപോലെയുള്ള പാർട്ടികളൊക്കെ ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കോൺഗ്രസും തേജസ്വി യാദവിന്റെ RJDയും ഇടതുപക്ഷവും CPI-ML ലിബറേഷനും CPIയും CPIMും ഒരു മുന്നണിയായി മത്സരിക്കുന്നുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിൽ നല്ല കാര്യമാണ്. അത് ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അവരും വളരെ ആക്റ്റീവായിട്ട് രംഗത്തുണ്ട്. നിതീഷിന്റെ ഭരണത്തിൽ വലിയ തോതിൽ അതൃപ്തി ജനങ്ങൾക്കുണ്ട് എന്നതും തീർച്ചയാണ്. അത്ര സംതൃപ്തരൊന്നുമല്ല ജനങ്ങൾ. അതുകൊണ്ട് ഇതെല്ലാം ഫാക്ടറും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്ന് തന്നെയാണ് പൊതുവായി വിലയിരുത്താൻ കഴിയുക. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണമായി അറിയാൻ കഴിയുക.